Hi all, it's me Nindu. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഡ്വാൻസ്ഡ് സർവേയിങ്ങിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2022 നവംബറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. കോഴ്സ് കോഡൊക്കെ അറിയാലോ, 3011. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ ക്വസ്റ്റ്യനിലേക്ക് പോകും. ഇപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ എന്താണ്, നമുക്ക് 9 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക അല്ലേ. ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഇൻ 1 word or 1 sentence. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 1 mark. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു 1 word ആയിട്ട് ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ്, അത്രയൊക്കെ അതിൻ്റെ ആൻസർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഫസ്റ്റ് വൺ, ട്രൂണിയൻ ആക്സിസ് ഓഫ് തിയോഡലൈറ്റീസ്. വാട്ട് ഈസ് ട്രൂണിയൻ ആക്സിസ്? അതാണ് ക്വസ്റ്റ്യൻ. ട്രൂണിയൻ ആക്സിസ് ഓഫ് തിയോഡലൈറ്റീസ് ഡാഷ് ഡാഷ് എന്നുള്ളതാണ്. വാട്ട് ഈസ് ട്രൂണിയൻ ആക്സിസ്? ട്രൂണിയൻ ആക്സിസ് ഈസ് ഹൊറിസോണ്ടൽ ആക്സിസ് അല്ലേ. ഹൊറിസോണ്ടൽ ആക്സിസിനെ പറയുന്ന വേറെ പേരാണ് ട്രൂണിയൻ ആക്സിസ്. ട്രൂണിയൻ ആക്സിസ് ആൾസോ നോൺ ആസ് ഹൊറിസോണ്ടൽ ആക്സിസ്. അപ്പോൾ ട്രൂണിയൻ ആക്സിസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ട്രൂണിയൻ ആക്സിസ് ഈസ് സിംപ്ലി ഹൊറിസോണ്ടൽ ആക്സിസ്. അപ്പോൾ വാട്ട് ഈസ് വെർട്ടിക്കൽ ആക്സിസ്? ഇറ്റ് ഈസ് നോൺ ആസ് അസിമുത്ത് ആക്സിസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ കോണ്ടൂർ. എന്താണ് കോണ്ടൂർ? കോണ്ടൂർ എന്ന് പറയുന്നത് ഒരു ഇമാജിനറി ലൈനാണ്. എന്ത് ഇമാജിനറി ലൈനാണ്? ഗ്രൗണ്ടിലുള്ള സെയിം പോയിൻറ്റ്സ് ഓഫ് എലിവേഷൻസ്, സെയിം എലിവേഷനിലുള്ള പോയിൻറ്റ്സിനെ എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ഒരു ഇമാജിനറി ലൈനാണ് ആര്? കോണ്ടൂർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, കോണ്ടൂർ. ഡിഫൈൻ കോണ്ടൂർ. കോണ്ടൂർ ഈസ് ആൻ ഇമാജിനറി ലൈൻ ഓൺ ദ ഗ്രൗണ്ട് by joining the points of the same elevation. ഓക്കെ, ഒരു സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസ് മാത്രം എഴുതിയാൽ മതി. കോണ്ടൂർ ഈസ് ആൻ ഇമാജിനറി ലൈൻ. ഈ വേർഡ്സ് അതിലുണ്ടാവാൻ ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് ആൻ ഇമാജിനറി ലൈൻ ഡ്രോൺ ബൈ joining the points of same elevation. Joining the points of same elevation. Joining the points of the same elevation. Okay, next question. Give the relationship between degree of curve and its radius, provided the radius to be substituted in meters. Degree of curve അതുപോലെ തന്നെ റേഡിയസും തമ്മിലുള്ള റിലേഷൻ എഴുതാനാണ്. സെക്കൻഡ് മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ എന്താണ് ഡിഗ്രി ഓഫ് കർവും റേഡിയസും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഡിഗ്രി ഓഫ് കർവും റേഡിയസും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ്. ഫോർ എ 1 degree കർവ്, പിന്നെ ആൻസറാണ് എഴുതുന്നത്. ഫോർ എ 1 degree കർവ്, റേഡിയസ് ഈക്വൽ ടു 1718.9 മീറ്റേഴ്സ്. ഓക്കെ, 1 degree കർവിന് റേഡിയസ് ഈക്വൽ ടു 1718.9 മീറ്റേഴ്സ്. അപ്പോൾ വാല്യൂ അതേപോലെ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് വൺ. ഗിവ് ദ ഡിസ്റ്റൻസ് ഫോർമുല ഇൻ ടാക്യോമെട്രി വെൻ ദ ലൈൻ ഓഫ് സൈറ്റ് ഈസ് ഹൊറിസോണ്ടൽ ആൻഡ് സ്റ്റാഫ് ഈസ് ഹെൽഡ് ട്രൂലി വെർട്ടിക്കൽ. സെക്കൻഡ് മൊഡ്യൂളിൽ തന്നെ ഉള്ള ക്വസ്റ്റ്യൻ ആണ് ടാക്യോമെട്രീൻ്റെ ഭാഗത്ത് നിന്ന്. ഡിസ്റ്റൻസ് ഫോർമുല ഇൻ ടാക്യോമെട്രി. ടാക്യോമെട്രിയിൽ ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല എന്താണെന്നുള്ളതാണ്. ഡിസ്റ്റൻസ് D ഈക്വൽ ടു KS പ്ലസ് C, where D is the distance, K is the multiplying constant and C is the additive constant, where S is the staff intercept. Okay, next question. Name any 2 EDM instruments. EDM ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ പേരുകൾ എഴുതാനാണ്. ഏതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്? തേർഡ് മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. EDM ഇൻസ്ട്രുമെൻറ്റ്സ്, ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഏതൊക്കെയാണ്? നമുക്ക് 2 എക്സാമ്പിൾസ് എഴുതാം. GOD മീറ്റർ ആൻഡ് ടെല്ലൂറിമീറ്റർ. നെയിം എനി 2 EDM ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഏത് വേണമെങ്കിലും എഴുതാം കേട്ടോ. ഞാൻ അടർന്ന് എഴുതിയെന്നേ ഉള്ളൂ. എ ടോട്ടൽ സ്റ്റേഷൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഡാഷ് ആൻഡ് ഡാഷ്. അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 6th one. ടോട്ടൽ സ്റ്റേഷൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് dash and dash.
എന്തൊക്കെയാണ്? ടോട്ടൽ സ്റ്റേഷൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോണിക് തിയോഡലൈറ്റ് ആൻഡ് EDM. ഇലക്ട്രോണിക് തിയോഡലൈറ്റ് ആൻഡ് EDM. ഇലക്ട്രോണിക് തിയോഡോലൈറ്റ് ആൻഡ് EDM. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. എത്രാമത്തെയാണ്? 7th one. Acquisition of information about an object or phenomenon without making physical contact with the object is dash. ക്വസ്റ്റ്യൻ വായിക്കാം. അക്വിസിഷൻ ഓഫ് ഇൻഫർമേഷൻ. അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുക, അക്വയർ ചെയ്യുക അല്ലേ? അക്വിസിഷൻ ഓഫ് ഇൻഫർമേഷൻ, ഡാറ്റാസ് കളക്ട് ചെയ്യുക എബൌട്ട് എ ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പ്രതിഭാസത്തെ കുറിച്ചിട്ട്, ഒരു ഫിനോമിനെ കുറിച്ചിട്ട്, വിത്തൗട്ട് മേക്കിംഗ് ഫിസിക്കൽ കോണ്ടാക്ട്, അതിനെ ഫിസിക്കലി ടച്ച് ചെയ്യാണ്ട് നമ്മളൊരു ഡാറ്റ ഗ്യാദർ ചെയ്യുന്നതിന്, ഡാറ്റ അക്വയർ ചെയ്യുന്നതിന് പറയുന്ന പേരെന്താണ്? എന്താണ്? സിംപ്ലി ഇറ്റ് ഈസ് റിമോട്ട് സെൻസിങ്. എന്താണ്? റിമോട്ട് സെൻസിങ് അല്ലേ? ഒരു ഒബ്ജക്റ്റിന് ടച്ച് ചെയ്യാണ്ട് നമ്മളതിന് കൊടുക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യുന്നതിൻ്റെ പേരെന്താണെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ മാത്രമാണ്. റിമോട്ട് സെൻസിങ്ങിൻ്റെ ഡെഫിനിഷനാണ് ഇപ്പോൾ വായിച്ചത് കേട്ടോ. എന്തായിരുന്നു? അക്വിസിഷൻ ഓഫ് ഇൻഫർമേഷൻ എബൌട്ട് ആൻ ഒബ്ജക്റ്റ് ഓർ ഫിനോമിനൻ വിതൗട്ട് ടച്ചിങ്, വിതൗട്ട് മേക്കിംഗ് ഫിസിക്കൽ കോണ്ടാക്ട് വിത്ത് ദ ഒബ്ജക്റ്റ്. ദാറ്റ് ഈസ് റിമോട്ട് സെൻസിങ്. That is remote sensing. Fine. Then 8th question. Name the 3 spatial data models in GIS. ഏരിയകൾ എഴുതാനാണ്. ഫസ്റ്റ് വൺ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്. XY കോർഡിനേറ്റിനാണ് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ടോപ്പോളജിക്കൽ ഫോമാറ്റ്. നോഡുകളൊക്കെ ടോപ്പോളജിക്കൽ കോർഡിനേറ്റ്സ്, ടോപ്പോളജിക്കൽ ഫോമാറ്റ്. ദെൻ ലാസ്റ്റ് വൺ റാസ്റ്റർ ഫോമാറ്റ്. അപ്പോൾ ഇത് രണ്ടാമത്തെയായി. മൂന്നാമത്തേത് റാസ്റ്റർ ഫോമാറ്റ്. ഗ്രിഡുകളൊക്കെയാണ് റാസ്റ്റർ ഫോമാറ്റിൽ പറയുന്നത് കേട്ടോ. റാസ്റ്റർ ഫോമാറ്റ്. ഓക്കെ, അപ്പോൾ മൂന്നെണ്ണമാണ് കാർട്ടീഷ്യൻ, XY കോർഡിനേറ്റ്സ്, ടോപ്പോളജിക്കൽ നോഡുകളൊക്കെയാണ് ടോപ്പോളജിക്കൽ വരുന്നത്. ദെൻ റാസ്റ്റർ ഫോമാറ്റ്, ഗ്രിഡുകളാണ് റാസ്റ്റർ ഫോമാറ്റിൽ പറയുന്നത്. ദെൻ എക്സ്പാൻഡ് GNSS. 9ാമത്തെ ക്വസ്റ്റ്യനാണ്. GNSSനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പോൾ ഞാൻ എവിടെ എഴുതും? ഹിയർ. എക്സ്പാൻഡ് GNSSനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 4th മൊഡ്യൂൾ എന്നുള്ള ക്വസ്റ്റ്യനാണ് അല്ലേ? എന്താണ്? ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 9 ക്വസ്റ്റ്യൻസ് ആണ്. 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് രണ്ടും ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നാണ്, ഇത് രണ്ടും സെക്കൻഡ് മൊഡ്യൂളിൽ നിന്നാണ്. ദെൻ EDM, ടോട്ടൽ സ്റ്റേഷൻ, ഇത് രണ്ടും സെക്കൻഡ് മൊഡ്യൂൾ, തേർഡ് മൊഡ്യൂളിൽ നിന്ന്. റിമോട്ട് സെൻസിങ്, GISൻ്റെ ക്വസ്റ്റ്യൻ, GNSSൻ്റെ ക്വസ്റ്റ്യനൊക്കെ 4th മൊഡ്യൂളിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നോക്കുക. ട്രൂണിയൻ ആക്സിസ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആക്സിസിനെ പറയുന്ന വേറൊരു പേരാണ്. ദെൻ കോണ്ടൂർ എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ. കോണ്ടൂർ ഇസ് ആൻ ഇമാജിനറി ലൈനാണ് ജോയിനിങ് ദി പോയിന്റ്സ് ഓഫ് ദി സെയിം എലിവേഷൻ. ദെൻ ഡിഗ്രി ഓഫ് കർവും റേഡിയസും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ളതാണ്. ഒരു ഡിഗ്രി കർവ്, ഫോർ എ 1 ഡിഗ്രി കർവ് റേഡിയസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 1718.9 മീറ്റേഴ്സ് വരും. ഓക്കെ, ദെൻ ഡിസ്റ്റൻസ്, ടാക്യോമെട്രി എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ D = KS + C, where K is the multiplying constant, C is the additive constant and S is the staff intercept. EDM, name any 2 EDM instruments, geodemeter, tellurimeter. Total station എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോണിക് തിയോഡലൈറ്റും EDM ആയിരിക്കും. ദെൻ റിമോട്ട് സെൻസിങ്ങിൻ്റെ എന്തായിരുന്നു ഡെഫിനിഷൻ തന്നിട്ട്, റിമോട്ട് സെൻസിങ്ങിൻ്റെ ഡെഫിനിഷൻ തന്നിട്ട് അതിൽ നിന്ന് എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അക്വിസിഷൻ ഓഫ് ഇൻഫർമേഷൻ എബൌട്ട് ആൻ ഒബ്ജക്റ്റ് ഓർ ഫിനോമിനൻ വിതൗട്ട് ടച്ചിങ് അല്ലെങ്കിൽ വിതൗട്ട് മേക്കിംഗ് ഫിസിക്കൽ കോണ്ടാക്ട് വിത്ത് ദാറ്റ് ഒബ്ജക്റ്റ് ഈസ് നോൺ as ഡാഷ്, ദാറ്റ് ഈസ് റിമോട്ട് സെൻസിങ്. ദെൻ GISൻ്റെ 3 സ്പേഷ്യൽ ഡാറ്റ കോർഡിനേറ്റ്സ് ഏതാണെന്നുള്ളതാണ്. കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്, ടോപ്പോളജിക്കൽ കോർഡിനേറ്റ് ആൻഡ് റാസ്റ്റർ ഫോമാറ്റ്. ദെൻ GNSSനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. GNSS എന്ന് പറയുന്നത് ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. പാർട്ട് ബിയിൽ 10 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിൽ നിന്ന് 8 ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യേണ്ടി വരിക. ആൻസർ എനി 8 ക്വസ്റ്റ്യൻസ് ഫ്രം ദ ഫോളോയിങ്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 3 മാർക്സ്. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വീതം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. സ്കെച്ച് റഫ്ലി എ കോണ്ടൂർ റെപ്രസെൻറ്റിങ് എ ഹില്ല്. ഒരു ഹില്ലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു കോണ്ടൂറിൻ്റെ റഫ് സ്കെച്ച് വരയ്ക്കാൻ. ഓക്കെ, അപ്പോൾ
അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കാൻ നോക്കാം. കോണ്ടൂറാണ് ഒരു ഹില്ലിൻ്റെ. ഓക്കെ, ഒരു ഹില്ലിൻ്റെ കോണ്ടൂർ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ പ്ലാൻ വരയ്ക്കാം. കോണ്ടൂർ എന്ന് പറയുന്നത് ഇമാജിനറി ലൈനാണ്. അപ്പോൾ ഇതാണ്. ഓക്കെ, ഇതാണ് ഒരു ഹില്ലിൻ്റെ കോണ്ടൂർ. അപ്പോൾ ഇതിൻ്റെ വാല്യൂസ് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ട വാല്യൂസ് മാർക്ക് ചെയ്യാം കേട്ടോ. ഇത്രയും മീറ്റേഴ്സിലാണ്. ദെൻ 1340, 1360, 1380 ഈ വാല്യൂസ് എൻ്റർ ചെയ്യാൻ കാരണം ഇത് നോക്കുക, ചെറുത് പുറത്താണുള്ളത്. ഇങ്ങനെ ഉള്ളിലേക്ക് വരുന്തോറും വാല്യൂസ് കൂടി വരും. അപ്പോൾ ഇതിൻ്റെ സെക്ഷൻ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ 4 കോണ്ടൂർസാണ് മാർക്ക് ചെയ്ത് 4 എണ്ണം മാർക്ക് ചെയ്യാം. ഇതാണ് 1380. ഓക്കെ, ഉയരം കൂടിയ ഭാഗം 1360, 1340, 1320 ഇങ്ങനെയാണ് കോണ്ടൂറുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും മാർക്ക് ചെയ്താൽ മതി. ഇതിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് വാല്യൂസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഒന്ന് റൗണ്ട് അപ്പ് ചെയ്യാം. ഫൈൻ, ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഫോർ ഫൈൻഡിങ് ദ ഡിഫ്ലക്ഷൻ ആംഗിൾ ഓഫ് എ ട്രാവേഴ്സ് ലൈൻ. ഡിഫ്ലക്ഷൻ ആംഗിൾ കാണുന്നതിനുള്ള പ്രൊസീജിയർ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഡിഫ്ലക്ഷൻ ആംഗിൾ എന്താണെന്ന് നോക്കാം. ഒരു ലൈന് അതിൻ്റെ പ്രീവിയസ് ലൈനിൻ്റെ പ്രൊസീഡിങ്ങുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ജസ്റ്റ് ഒന്ന് നെയിം ചെയ്യാം. ABC. ബി എന്ന് പറഞ്ഞ പോയിന്റിൽ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്യാം. ബിയിൽ എന്ത് ചെയ്യുക, ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്യുക, എല്ലാ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സും ചെയ്യുക, ലെവൽ ചെയ്യുക. ഓക്കെ, അതിന് ശേഷം എന്ത് ചെയ്യുക, എനെ ഫോക്കസ് ചെയ്യുക. എനെ ഫോക്കസ് ചെയ്തിട്ട് അതിന് മുമ്പായിട്ട് 0 ഡിഗ്രി 0 മിനിറ്റ് 0 സെക്കൻഡ് സെറ്റ് ചെയ്യുക. അപ്പർ ക്ലാമ്പ് ടൈറ്റൺ ചെയ്ത് വെക്കുക. ഫൈനർ അഡ്ജസ്റ്റ്മെൻറ്റ്സിന് ഏത് യൂസ് ചെയ്യാം, അപ്പർ ടാൻജൻ സ്ക്രൂ യൂസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, എനെ ഫോക്കസ് ചെയ്യാം. എനെ ഫോക്കസ് ചെയ്തതിന് ശേഷം ലോവർ ടൈറ്റൺ ചെയ്യാം. അപ്പോൾ എയിലേക്കാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. 0 ഡിഗ്രി 0 മിനിറ്റ് 0 സെക്കൻഡുമാണ് ആയിട്ടുള്ളത്. ലോവർ എയിലേക്ക് ആക്കിയിട്ട് ദെൻ പിന്നെ എന്ത് ചെയ്യണം, നമുക്ക് ടെലിസ്കോപ്പിന് ട്രാൻസിറ്റ് ചെയ്യുക. ട്രാൻസിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, ജസ്റ്റ് ഇങ്ങനെ നിന്നിരുന്ന ടെലിസ്കോപ്പിന് എന്ത് ചെയ്യും, നമ്മൾ ജസ്റ്റ് ഒന്ന് പ്ലഞ്ച് ചെയ്യും, അല്ലെങ്കിൽ ഒന്നിങ്ങനെ റിവേഴ്സ് ചെയ്യും. ഇങ്ങനെ നിന്നിരുന്ന സാധനത്തിന് ഇങ്ങനെ ആക്കും. ഈ ഒരു ആക്ഷനാണ് എന്ത് പറയുന്നത്, ട്രാൻസിറ്റിംഗ് എന്ന് പറയുന്നത്. ഇൻസ്ട്രുമെൻറ്റിനെ ട്രാൻസിറ്റ് ചെയ്തു. അപ്പോൾ ഈ ബിയിലിരിക്കുന്ന ടെലിസ്കോപ്പ് എങ്ങോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്, ഈ പ്രൊസീഡിങ്ങിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ദെൻ എന്ത് ചെയ്യുക, 0 ഡിഗ്രി 0 മിനിറ്റ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ലോവർ ലൂസ് ചെയ്യുക, അപ്പർ ലൂസ് ചെയ്യുക, അപ്പർ ലൂസൻ ചെയ്യുക. അപ്പർ ലൂസൻ ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ആംഗിൾ ചേഞ്ച് ഉണ്ടാവും. ബൈസെക്ട് സീന് ബൈസെക്ട് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് പ്രൊസീജിയർ. 1 2 3 4 5 6 സ്റ്റെപ്പിൽ തീരാവുന്ന കാര്യമുള്ളൂ. ബിയിൽ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്യുക, 0 ഡിഗ്രി 0 മിനിറ്റ് സെറ്റ് ചെയ്യുക. അപ്പർ ക്ലാമ്പ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ശേഷം ലോവർ യൂസ് ചെയ്തിട്ട് എനെ ബൈസെക്ട് ചെയ്യുക. ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് ലോവർ ടാൻജൻ സ്ക്രൂ യൂസ് ചെയ്യുക. ടെലിസ്കോപ്പിനെ ട്രാൻസിറ്റ് ചെയ്യുക. അപ്പർ ക്ലാമ്പ് ലൂസൻ ചെയ്യുക. സീനെ ബൈസെക്ട് ചെയ്യുക. ബോത്ത് എ ആൻഡ് ബി റീഡ് ചെയ്യുക. ഓക്കെ, ബോത്ത് എ ആൻഡ് ബി റീഡ് ചെയ്യുക. ആവറേജ് ഗിവ്സ് ദി പെർഫെക്റ്റ് ആംഗിൾ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ദെൻ സെക്കൻഡ് മൊഡ്യൂൾ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, ഡിഫൈൻ ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ട്രാവേഴ്സ്. ഓപ്പൺ ട്രാവേഴ്സ് എന്താണെന്നും ക്ലോസ്ഡ് ട്രാവേഴ്സ് എന്താണെന്നുള്ളതാണ് ഡിഫൈൻ. ഓക്കെ, നോക്കാം. ഫസ്റ്റ് വൺ, ഓപ്പൺ ട്രാവേഴ്സ്. ഓപ്പൺ ട്രാവേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും സീരീസ് ഓഫ് കണക്റ്റഡ് ലൈൻസ് ആണ്. സീരീസ് ഓഫ് ഒരു പോയിന്റ്സ് ആക്കി പറഞ്ഞുതരാം. സീരീസ് ഓഫ് കണക്റ്റഡ് ലൈൻസ് ആണ് ഓപ്പൺ ട്രാവേഴ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് അതിൻ്റെ ഫിഗർ വരയ്ക്കാം. ABCDEF. ഓക്കെ, ഇതാണ് ഒരു ക്ലോസ്ഡ് ഓപ്പൺ ട്രാവേഴ്സ് എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ്, റോഡ് സർവേസ്, പിന്നെ എവിടെയൊക്കെയാണ്, റെയിൽവേ സർവേസിൽ, സീവർ ലൈൻസിൻ്റെ സർവേസിൽ, അതുപോലെ പൈപ്പ് സർവേസിനകത്ത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും തമ്മിൽ എന്ത് ചെയ്യുന്നില്ല, ഡസൻ മിനിറ്റ്. സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും എന്താണ്, ക്ലോസ് ആവുന്നില്ല, എൻ്റെ അവിടെ നിന്ന് അവസാനിക്കണില്ലല്ലോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡസൻ ഫോം എ ലൂപ്പ്, വെച്ചാൽ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഫോമാറ്റ് വരുന്നില്ല. ഇത് തന്നെയാണ് സംഭവം. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് സ്കിപ്പ് ചെയ്യാം. സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും നമ്മൾ കൂട്ടിമുട്ടുന്നില്ല, ആക്ച്വലി ഒരു ലൂപ്പ് പോലെ ഫോം ചെയ്യുന്നില്ല. അടുത്ത പോയിന്റ്, ദർ ഈസ് നോ ചെക്ക്. ഇത് കറക്റ്റാണോ, എടുത്തിരിക്കുന്ന റീഡിങ്സ് കറക്റ്റാണോ അല്ലേന്ന് അറിയാൻ വേണ്ടി നമുക്ക് ചെക്കുകളൊന്നും അപ്ലൈ ചെയ്യാനായിട്ടില്ല. ഏതിനകത്ത്, ഓപ്പൺ ട്രാവേഴ്സിനകത്ത്. അന്നേരം ക്ലോസ്ഡ് ട്രാവേഴ്സിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ക്ലോസ്ഡ് ട്രാവേഴ്സിനകത്താകുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്. ക്ലോസ്ഡ് ട്രാവേഴ്സ് എന്ന് പറയുമ്പം
ഇതാണ് ക്ലോസ്ഡ് ട്രാവേഴ്സ് ABCD. ഇങ്ങനെ ക്ലോസ്ഡ് ട്രാവേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും എന്താണ് ഒരു ലൂപ്പ് പോലെ ഫോം ചെയ്യും അല്ലേ, ഒരു ലൂപ്പ് പോലെ ഫോം ചെയ്യും. സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ട്. പിന്നെ ഇതെവിടെ യൂസ് ചെയ്യുന്നത്? പ്രോപ്പർട്ടി സർവേസിൽ, ടോപ്പോഗ്രഫിക് സർവീസ്, കൺസ്ട്രക്ഷൻ സർവേസിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെന്താണ്? ചെക്കുകളുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ചെക്കുകളുണ്ട്. 3 types ഓഫ് ചെക്കുകളുണ്ട് ഇവിടെ ഉള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ 2n-4 × 90 ഡിഗ്രി ഈക്വൽ ടു എന്താണ്? സം ഓഫ് ഇൻക്ലൂഡഡ് ആംഗിൾസ്. ഇൻക്ലൂഡഡ് ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 2n-4 × 90 ഡിഗ്രി. n ഈസ് ദ നമ്പർ ഓഫ് സൈഡ്സ്. സിഗ്മ എൽ സം ഓഫ് ലാറ്റിറ്റ്യൂഡ് ഈക്വൽ ടു 0 ആയിരിക്കും. സം ഓഫ് ഡിപ്പാർച്ചർ ഈക്വൽ ടു 0 ആയിരിക്കും. ഇങ്ങനെ 3 ചെക്കുകളുണ്ട് ഇതിനകത്ത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഹിയർ ഈസ് അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 4th one, define point of commencement and point of tangency in curves. സെക്കൻഡ് മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. പോയിന്റ് ഓഫ് കമൻസ്മെൻറ്റ് എന്താണ്, പോയിന്റ് ഓഫ് ടാൻജൻസി എന്താണെന്നുള്ളതാണ്. അപ്പോൾ അതിന് ആദ്യം എന്ത് ചെയ്യാം? ഒരു കർവ് കാണിച്ചു തരാം. ഓക്കെ, ഈ കർവ് ഇവിടെ വന്നിട്ടാണ് എൻഡ് ആവുന്നത്. ഇതതിൻ്റെ റേഡിയസ് ലോങ് കോഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്, മിഡ് ഓർഡിനേറ്റ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? T1 T2. ദ പോയിന്റ് ഫ്രം വേർ ദ കർവ് സ്റ്റാർട്ട്സ്, അതിനെയാണ് പോയിന്റ് ഓഫ് കമൻസ്മെൻറ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഈ ഫിഗർ മാർക്ക് ചെയ്യുക, T1 T2 വരയ്ക്കുക, കാണിക്കുക. അതിനകത്ത് എന്ത് ചെയ്യാം? ദ പോയിന്റ് T1 പോയിന്റ് ഓഫ് കമൻസ്മെൻ്റ് ആണ്. പോയിന്റ് ഓഫ് കമൻസ്മെൻ്റ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഫിഗർ വരച്ചിട്ട് വരയ്ക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ എഴുതുന്നതിലുള്ള മിസ്റ്റേക്സ് എല്ലാം അവിടെ എലിമിനേറ്റ് ആയിക്കോളും. ജസ്റ്റ് ഫിഗറിൽ മാർക്ക് ചെയ്താൽ മതി. T1 പോയിന്റ് T1 ആണ് കമൻസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫ്രം വേർ ദ കർവ് സ്റ്റാർട്ട്സ് ഇറ്റ് ഈസ് ദ പോയിന്റ് ഓഫ് കമൻസ്മെൻറ്റ്. T2 എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് ടാൻജൻസി. പോയിന്റ് ഓഫ് ടാൻജൻസി. പോയിന്റ് ഓഫ് ടാൻജൻസി. പോയിന്റ് ഓഫ് ടാൻജൻസി ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. പോയിന്റ് ഓഫ് കമൻസ്മെൻറ്റ് എന്താ, പോയിന്റ് ഓഫ് ടാൻജൻസി എന്താണെന്നുള്ളതാണ്. അപ്പോൾ പോയിന്റ് ഓഫ് ടാൻജൻസി എന്ന് പറയുന്നത് ഫ്രം വേർ ദ കർവ് എൻഡ്, എവിടെയാണോ കർവ് എൻഡ് ചെയ്യുന്നത് ആ പോയിന്റിനെയാണ് പോയിന്റ് ഓഫ് ടാൻജൻസി എന്ന് പറയുന്നത്. പോയിന്റ് T2. ഓക്കെ, അപ്പോൾ അത്രയും മതി. ജസ്റ്റ് ഫിഗറും കൂടി വരച്ച് കഴിഞ്ഞാൽ ആ പോയിൻറ്റ്സ് ആയി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എനി വൺ ഓഫ് ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എഴുതാനാണ്. ഓക്കെ, നമുക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കാം. GOD മീറ്ററിൻ്റെ നോക്കാം കേട്ടോ. GOD meter works by sending light signal of known wavelength to a reflector. The wavelength of the returning signal is compared to the outgoing one and the difference is measured. അതാണ് നമ്മൾ എന്ത് വരുന്നത്? GOD മീറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. GOD മീറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്ത് ചെയ്താൽ മതി? ലൈറ്റ് സിഗ്നലിനെ നമ്മളൊരു റിഫ്ലക്ടറിലേക്ക് പാസ് ചെയ്യിപ്പിക്കുന്നു. അവിടെ ചെന്നിട്ട് ആ റിഫ്ലക്ടറിന് അത് റിഫ്ലക്ടറിൽ തട്ടിയിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് GOD മീറ്ററിലേക്ക് റിട്ടേൺ ചെയ്ത് വരുന്നു. നമുക്ക് അങ്ങോട്ട് പോയിട്ടുള്ളതിൻ്റെ ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തും ഇങ്ങോട്ട് വന്നിട്ടുള്ള ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തും കൂടി മെഷർ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ GOD മീറ്റർ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെയാണ് ചോദിച്ചത്, ഇഷ്ടപ്പെട്ടത് എഴുതാം. ഇപ്പോൾ ഞാൻ പറഞ്ഞത് GOD മീറ്റർ സിമ്പിളായിട്ടുള്ളതിൻ്റെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ലിസ്റ്റ് എനി 6 അഡ്വാൻറ്റേജസ് ഓഫ് ടോട്ടൽ സ്റ്റേഷൻ. തേർഡ് മൊഡ്യൂൾ എന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അഡ്വാൻറ്റേജസ് ഓഫ് ടോട്ടൽ സ്റ്റേഷൻ എഴുതാനാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് വായിക്കാം. ടു കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാം? പെട്ടെന്ന് കളക്ട് ചെയ്യാം അല്ലേ, കമ്പയറിങ് വിത്ത് തിയോഡലൈറ്റ് അല്ലെങ്കിൽ ലെവലിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എക്സെട്ര. മൾട്ടിപ്പിൾ സർവേസ് ക്യാൻ ബി പെർഫോംഡ് അറ്റ് വൺ സെറ്റപ്പ് ലൊക്കേഷൻ. വെച്ചാൽ വേറെ സർവേസ്, 1-2 സർവേസ് അറ്റ് എ ടൈം നമുക്ക് ക്യാരി ഔട്ട് ചെയ്യാം. ഈസി ടു പെർഫോം ഡിസ്റ്റൻസ് ആൻഡ് ഹോറിസോണ്ടൽ മെഷർമെൻറ്റ്സ്. ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനൊക്കെ, ആംഗിൾസ് മെഷർ ചെയ്യാനും ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനൊക്കെ ഈസിയാണ്. ലേ ഔട്ട് ഓഫ് കൺസ്ട്രക്ഷൻ സൈറ്റ് ക്യാൻ ബി മെയ്ഡ് ക്വിക്ക്ലി ആൻഡ് എഫക്റ്റീവ്ലി. ഇപ്പോൾ ലേ ഔട്ട് ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു എന്തിൻ്റെങ്കിലുമൊക്കെ ലേ ഔട്ടൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ടൊക്കെ നമുക്ക് ടോട്ടൽ സ്റ്റേഷൻ യൂട്ടിലൈസ് ചെയ്യാം. ഡിജിറ്റൽ ഡിസൈൻ ഡാറ്റ ഫ്രം CAD പ്രോഗ്രാംസ് ക്യാൻ ബി അപ്ലോഡ് ടു ഡാറ്റ കളക്റ്റഡ്. ഡിജിറ്റൽ ഡിസൈൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? CADൽ നിന്ന് അപ്ലോഡ് ചെയ്യാനും CADലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാനുമായിട്ടും പറ്റും.
ദെൻ ഡെയിലി സർവേ ഇൻഫർമേഷൻ ക്യാൻ ആൾസോ ബി ക്വിക്ക്ലി ഡൗൺലോഡഡ് ഇൻ ടു CAD. ഡെയിലി ഇപ്പോൾ ഇന്ന് ചെയ്ത വർക്ക് നമുക്ക് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കാം, അതിനെ ആക്സസ് ചെയ്യാനായിട്ടൊക്കെ പറ്റും, അല്ലെങ്കിൽ അതിനെ പ്രോസസ്സ് ചെയ്യാം. വിച്ച് എലിമിനേറ്റ് ഡാറ്റ മാനിപ്പുലേഷൻ ടൈം റിക്വയറിങ് യൂസിങ് കൺവെൻഷണൽ സർവേ ടെക്നിക്സ്. നമ്മൾ ഫീൽഡിൽ കഴിഞ്ഞിട്ട് ഓഫീസ് വർക്ക് ചെയ്യണം അല്ലേ, നമ്മൾ തിയോളൈറ്റ് ട്രാവേഴ്സിംഗ് ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂസ് എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് ടാബുലേഷനും കാര്യങ്ങളൊക്കെ ഒരേ ഓഫീസ് വർക്ക് ഉണ്ടാവും. പക്ഷേ ടോട്ടൽ സ്റ്റേഷനാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓഫീസ് വർക്ക് എല്ലാം എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി 6 ആണ്. അപ്പോൾ 3 മാർക്ക് ആകുമ്പം 6 പോയിൻറ്റ്സ് ആണ് വെച്ചാൽ 6 മാർക്ക് വീതം ഓരോ പോയിൻറ്റ്സിനും കേട്ടോ. അപ്പോൾ ഞാൻ 6 പോയിൻറ്റ്സാണ് വായിച്ചുള്ളത്. ദെൻ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ടോട്ടൽ സ്റ്റേഷൻ. ടോട്ടൽ സ്റ്റേഷൻ്റെ പിറകിലുള്ള വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഞാൻ നോട്ട് വായിക്കാം. ടോട്ടൽ സ്റ്റേഷൻ കൺസിസ്റ്റ് ഓഫ് എ ബിൽറ്റ് ഇൻ എമിറ്റർ. അതിനകത്ത് എന്താ ഉള്ളത്, ഒരു എമിറ്ററാണ്, ലൈറ്റിനെ എമിറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണുള്ളത്. capable of emitting microwave and infrared signals. സിഗ്നൽസിനെ എമിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു എമിറ്ററാണ് ഈ ടോട്ടൽ സ്റ്റേഷനകത്തുള്ളത്. ദ വേവ് ലെങ്ത് ഓഫ് ദ എമിറ്റഡ് വേവ്സ് ഹെൽപ്സ് ഇൻ കാൽക്കുലേറ്റിംഗ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിൻറ്റ്സ്. ഈ എമിറ്റഡ് ആയിട്ടുള്ള സിഗ്നൽസിൻ്റെ വേവ് ലെങ്ത് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിന് ആക്ച്വലി ഈ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ഡി ഈക്വൽ ടു എന്താണ്, വെലോസിറ്റി ഇൻറ്റു ടൈം. വെലോസിറ്റി ഇൻറ്റു ടൈം, ഇതാണ് ടോട്ടൽ സ്റ്റേഷൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അതായത് ഒരു സിഗ്നൽ പാസ് ചെയ്യുന്നു, അത് എത്ര വെലോസിറ്റിയിലാണ് പാസ് ചെയ്യുന്നത്, തിരിച്ചെത്താൻ എത്ര ടൈം എടുക്കുന്നുണ്ട്, ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല ആംഗുലാർ മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് ടിക്നോമെട്രിയും ടാക്യോമെട്രിൻ്റെ ഒക്കെ അഡ്വാൻസസ് എന്ത് ചെയ്യുന്നുണ്ട്, ടോട്ടൽ സ്റ്റേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിമ്പിൾ നോട്ട്സ് ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അത് 4th മൊഡ്യൂൾ എന്നുള്ള ക്വസ്റ്റ്യനാണ്. ലിസ്റ്റ് ദ 4 ടൈപ്സ് ഓഫ് മാപ്പ് പ്രൊജക്ഷൻസ്. 4 ടൈപ്പ് മാപ്പ് പ്രൊജക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഞാൻ നോട്ട് പറയാം. ഓക്കെ, 4 ഏതൊക്കെയാണ്, വെർട്ടിക്കൽ ആയിട്ടുള്ളത്, ഒബ്ലീക്ക്, കൺവേർജൻ്റ്, ടിമെട്രഗൻ, അങ്ങനെ 4 ഉള്ളത്. അപ്പോൾ പേരുകൾ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ലിസ്റ്റ് ഔട്ട് എനി 6 ആപ്ലിക്കേഷൻസ് ഓഫ് റിമോട്ട് സെൻസിങ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. 6 പോയിൻറ്റ്സ് എഴുതിയാൽ മതി. റിമോട്ട് സെൻസിൻ്റെ ആപ്ലിക്കേഷൻസ്, പ്രൊവൈഡിങ് ഇഫക്റ്റീവ് അനാലിസിസ്, എൻവയോൺമെൻറ്റൽ പ്ലാനിങ്, ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്. ലോക്കൽ ആൻഡ് മുനിസിപ്പൽ അതോറിറ്റീസ്, ട്രാൻസ്പോർട്ട് പ്ലാനിങ്, പബ്ലിക് യൂട്ടിലിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പോയിൻറ്റ്സ് എഴുതാനുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഷോർട്ട് ആയിട്ടുള്ള ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട് കേട്ടോ. ഗ്രൗണ്ട് വാട്ടർ മൂവ്മെൻറ്റ് മോഡലിംഗ്, എൻവയോൺമെൻറ്റൽ ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ, കോസ്റ്റൽ മാനേജ്മെൻറ്റ്, വേസ്റ്റ് ഡിസ്പോസൽ സൈറ്റ് ലൊക്കേഷൻസ്, ദെൻ ലാൻഡ് യൂസ് ഇൻവെൻറ്ററി ആൻഡ് പ്ലാനിങ്, ഗ്രോത്ത് മോണിറ്ററിങ്, കാഡസ്ട്രൽ ആൻഡ് പാർസൽ മാപ്പിംഗ്, പ്ലാനിങ് ആൻഡ് സോണിങ്, ടാക്സ് റെക്കോർഡ്സ് മാനേജ്മെൻറ്റ്, ഫ്ലഡ് സോൺ മാപ്പിംഗ്, ദെൻ ഹൈവേ ഡിസൈൻ ആൻഡ് കസ്റ്റമൈസേഷൻ, റൂട്ടിംഗ് ഒപ്റ്റമൈസേഷൻ ആൻഡ് ഡിമാൻഡ് മോഡലിംഗ്, അനാലിസിസ് ഓഫ് ആക്സിഡൻറ്റ് പ്രോൺ കേസ് ഏരിയാസ്, പബ്ലിക് യൂട്ടിലിറ്റീസ് ആണെങ്കിൽ റിക്രിയേഷൻ ആൻഡ് പാർക്ക് മാനേജ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്. റിമോട്ട് സെൻസിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. എനി 6 പോയിൻറ്റ്സ് മതി, സബ് പോയിൻറ്റ്സ് ഒക്കെ ആയാലും മതി, ഏതെങ്കിലും 6 ഓരോന്നിനും 1/2 മാർക്ക് വീതം. ദെൻ enumerate the components of a GPS receiver. GPS റിസീവറിൻ്റെ കമ്പോണൻസ് ആണ്. അപ്പോൾ 3 കമ്പോണൻസ് ഉണ്ടാവുക. സ്പേസ് കമ്പോണൻറ്റ്, കൺട്രോൾ സെഗ്മെൻറ്റ്, ദെൻ യൂസർ. ഓക്കെ, ഇങ്ങനെ 3 പാർട്ടുകളാണുള്ളത്. സ്പേസിനകത്ത് എന്ന് പറയുന്നത് സാറ്റലൈറ്റ്സ് ആണ് വരുന്നത്. കൺട്രോളിനകത്ത് അതിൻ്റെ പ്രോസസ്സിംഗ് പാർട്ടാണ് വരുന്നത്. യൂസർ മാനേജ്മെൻറ്റ് സെഗ്മെൻറ്റ്സിനകത്ത് ആൻറ്റിനാസ്, അതായത് നാവിഗേഷൻ, അപ്രോപ്രിയേറ്റ് GPS സർവീസ് റിക്വയർഡ് ടു യൂസ് GPS സിഗ്നൽസ്. ഇതിനകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസീവേഴ്സ്, പ്രോസസ്സും ആൻറ്റിനാസ് ഒക്കെയാണ്. മൂന്നാമത്തത് വരുന്ന യൂസറാണ്, യൂസർ സെഗ്മെൻ്റ് ആണ്. യൂസർ സെഗ്മെൻറ്റിനകത്ത് കോമൺ ആയിട്ട് വരുന്നത് ആൻറ്റിനാസ് ഒക്കെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കുഞ്ഞു നോട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാർട്ട് സിയിലെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. പാർട്ട് സിയിലേക്ക് വരുമ്പോഴത്തേനും അതിനകത്ത് പ്രോബ്ലംസും വരുന്നുണ്ട്, തിയറി പാർട്ടും വരുന്നുണ്ട്. ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ്, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 7 മാർക്സ്. ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്കുള്ളത്, 7 മാർക്സ് ആണ് ഉള്ളത് കേട്ടോ. ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമേ, എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഏരിയാസ് എൻക്ലോസ്ഡ് ബൈ വേരിയസ് കോണ്ടൂർസ് പ്ലോട്ടഡ് അറ്റ് എ പ്രപ്പോസ്ഡ് റിസർവോയർ സൈഡ് ഈസ് ഗിവൻ ബിലോ. ഒരു ടേബിൾ തന്നിട്ടുണ്ട്.
കോണ്ടൂർ ഇൻ മീറ്ററിലാണ് തന്നിട്ടുള്ളത്, ഏരിയ ഹെക്ടറിലാണ് തന്നിട്ടുള്ളത്. ശ്രദ്ധിക്കണം കേട്ടോ. ഫൈൻഡ് ദ വോളിയം ഓഫ് വാട്ടർ ഇൻ ദ റിസർവോയർ ഇൻ ക്യൂബിക് മീറ്റേഴ്സ് യൂസിങ് ബോത്ത് പ്രിസ്മോയിഡൽ ആൻഡ് ട്രപ്പിസോയിഡൽ റൂളർ. ഇതിൽ ഏരിയ തന്നിരിക്കുന്നത് ഹെക്ടറിലാണ്, നമുക്ക് വേണ്ട ആൻസർ എം ക്യൂബിലാണ്. സോ ഞാൻ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, തന്നിരിക്കുന്ന ഡാറ്റാസ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ഏരിയ ഹെക്ടറിലാണ്, അപ്പോൾ അത് എം സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഒരു ഹെക്ടർ എന്ന് പറയുന്നത് എത്രയാണ്? 10,000 എം സ്ക്വയർ ആണ് അല്ലേ? ഇത് അറിഞ്ഞിരിക്കണം ഈ പ്രോബ്ലം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യാണ്, കോണ്ടൂർ ഉണ്ട്, കോണ്ടൂർ ഇൻ മീറ്ററിലാണുള്ളത്, ഏരിയ ഇൻ എം സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യാണ് കേട്ടോ. ഏരിയ എം സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. ഫസ്റ്റ് കോണ്ടൂർ 200, ഏരിയ 3 × 10,000, 4 പൂജ്യം ആഡ് ചെയ്ത് കൊടുത്തു. ദെൻ 205 8 4 പൂജ്യം 10⁴ എഴുതിയാലും മതി കേട്ടോ. 210 അവിടെ ആകുമ്പോഴത്തേനും 15 1 2 3 4 പൂജ്യം. ദെൻ 215 ആകുമ്പം 20 4 പൂജ്യം. ദെൻ 220 25 4 പൂജ്യം. മാറരുത്. ഓക്കെ, ഇനി ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യാം, കോണ്ടൂർ ഇൻ്റർവെല്ല് കാണാം. കോണ്ടൂർ ഇൻ്റർവെല്ല് H = 205 - 200. അതായത് ഇവിടുത്തെ നിന്നും ഇത് മൈനസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് 5 മീറ്റർ. കോണ്ടൂർ ഇൻ്റർവെല്ല് = എത്ര കിട്ടി? 5 മീറ്റർ എന്ന് കിട്ടി. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യാം, പ്രിസ്മോയിഡൽ ഫോർമുല. പ്രിസ്മോയിഡൽ ഫോർമുല അപ്ലൈ ചെയ്യാം. പ്രിസ്മോയിഡൽ ഫോർമുല വോളിയം V = H/3 × A1 + AN plus 4 × sum of even areas plus 2 × sum of odd areas. Sum of odd areas. Bracket close ചെയ്തു. Then H എന്ന് പറയുമ്പോഴത്തേനും 5/3. A1 + AN. അപ്പോൾ 1 2 3 4 5. A1 that is plus AN 25 × 10⁴ plus 4 × sum of even areas. അപ്പോൾ ഈ ഏരിയ പോയി, ഈ ഏരിയ പോയി. ദെൻ ഈവൺ എന്ന് പറയുമ്പോഴത്തേനും ഇതും മാത്രം അല്ലേ, പ്ലസ് ഓക്കെ സം ഓഫ് ഈവൺ ഏരിയാസ് പ്ലസ് 2 × സം ഓഫ് ഓഡ് ഏരിയ. ഇനി ഓഡ് ഏരിയ എന്ന് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് കാൽക്കുലേറ്ററിൽ ഒന്നുകിൽ ബ്രാക്കറ്റുകളെല്ലാം ഇതുപോലെ തന്നെ ഇട്ടിട്ട് എന്ത് ചെയ്യണം, അടിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുക, ഇത് മാത്രം ചെയ്യുക, പിന്നെ ഇത് ചെയ്യുക, ഈ ഒരു ടേം ചെയ്യുക, ഈ ഒരു ടേം ചെയ്യുക, മൂന്നും കൂടി ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് ഇൻ എം ക്യൂബിലായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ ആൻസർ എത്രയാണെന്നുള്ളത് ഞാൻ ചെയ്തിട്ടില്ല, സ്റ്റെപ്പുകൾ എത്രയാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ കോണ്ടൂർ ഇൻ്റർവെല്ല് കാണുന്നതിനും മാർക്ക് ഉണ്ടാവും, ഹെക്ടറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനും എന്തുണ്ടാവും, മാർക്ക് ഉണ്ടാവും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ വരുന്നത്, ട്രപ്പിസോഡൽ ഫോർമുല. അപ്പോൾ ട്രപ്പിസോഡൽ ഫോർമുല കൂടി ഞാൻ എഴുതാം. ട്രപ്പിസോഡൽ ഫോർമുല V = H/2 A1 + A2 + 2 × sum of other areas. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. H/2 5/2, A1 എന്ന് പറയുന്നത് 3 പ്ലസ് A2 അല്ല സോറി AN അല്ലേ, സോറി ഒരു പൂജ്യം ഏറിപ്പോയി, പ്ലസ് 2 × സം ഓഫ് അതർ ഏരിയാസ് 8,80,000 അല്ലേ, പ്ലസ് 15 പ്ലസ് 20. ഓക്കെ, ഇത്രയും ചെയ്യുമ്പം നമുക്ക് എന്താണോ കിട്ടുന്നത്
ദിസ് ഇസ് ഇൻ എം ക്യൂബിലായിരിക്കും ആൻസർ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാനുള്ളത്. അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിസ്റ്റ് എനി 4 യൂസസ് ഓഫ് തിയോഡലൈറ്റ് ഇൻ സർവേയിങ്, എക്സ്പ്ലെയിൻ എനി ഓഫ് ദ ലിസ്റ്റഡ് യൂസസ് വിത്ത് ഹെൽപ്പ് ഓഫ് ദി സ്കെച്ച്. ഏതെങ്കിലും 4 യൂസസ് എഴുതാൻ, ആ 4 യൂസസിൽ നിന്നും ഏതെങ്കിലും ഒരെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാൻ വിത്ത് ഫിഗർ. ഓക്കെ, എത്ര യൂസസ് ഉണ്ട് അല്ലേ? ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യാം, വെർട്ടിക്കൽ ആംഗിൾ മെഷർ ചെയ്യാം, മാഗ്നറ്റിക് ബിയറിംഗ് കാണാം, പ്രൊലോങ്ങേഷൻ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്തൊക്കെയാണ് വരുന്നത്? ഹൈറ്റ് കാണാനായിട്ട്, ഒരു ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് കാണാനായിട്ട്, ആംഗിൾ മെഷർ ചെയ്യാലോ, ഹൈറ്റ് കാണാനായിട്ട്, അങ്ങനെ ഒരുപാട് യൂസസ് വരുന്നുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ടുള്ള ഒരെണ്ണത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രൊലോങ്ങേഷൻ ഓഫ് എ സ്ട്രേറ്റ് ലൈൻ. ഒരുപാട് യൂസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും 4 യൂസസ് എഴുതാം. അപ്പോൾ ഞാൻ അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരെണ്ണത്തിൻ്റെ പ്രൊസീജിയറാണ് പറയുന്നത്. പ്രൊലോങ്ങേഷൻ ഓഫ് എ സ്ട്രേറ്റ് ലൈൻ. എ ബി എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. ആ പോയിന്റിനെ നമുക്ക് എന്ത് ചെയ്യണം? ഇയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. ഓക്കെ, ഇയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. ഈ എ ബി എന്ന് പറഞ്ഞ ലൈനിൽ ഏതാണോ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ലൈനിൽ ആ ലൈനിൻ്റെ എൻഡിങ് പോയിന്റ്, ഇപ്പോൾ ഇവിടുത്തെ എൻഡിങ് പോയിന്റ് ബി ആണ്. ഈ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ എന്ത് ചെയ്യണം? ഇൻസ്ട്രുമെൻ്റ് കൊണ്ടുപോയി സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ആംഗിൾസ് എടുക്കാനൊന്നുമില്ല. സോ അപ്പർ ക്ലാമ്പ് നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ലോവർ യൂസ് ചെയ്തിട്ട് അപ്പറും ലോവറും യൂസ് ചെയ്തിടുക. എന്നിട്ട് എന്ത് ചെയ്യുക? ലോവറോ അപ്പറോ യൂസ് ചെയ്തിട്ട് ഏനെ ബൈസെക്ട് ചെയ്യുക. ഏനെ ബൈസെക്ട് ചെയ്തതിന് ശേഷം അപ്പറും ലോവറും ടൈറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പറും ലോവറും ടൈറ്റ് ചെയ്ത് വെക്കുക. ദെൻ ടെലിസ്കോപ്പിനെ ട്രാൻസിറ്റ് ചെയ്യുക. ഇപ്പോൾ എ ബിയുടെ പ്രൊലോങ്ങേഷനാണ് ഇങ്ങോട്ട് കാണുന്നത്. എത്ര ദൂരം കാണുന്നോ അത്രയും ദൂരത്തേക്ക് സി എന്ന് പറഞ്ഞ പോയിന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. പോയിന്റ് സി എസ്റ്റാബ്ലിഷ് ചെയ്യുക. സോ ഒരു പോയിന്റ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ബാക്കി ദൂരം പ്രൊലോങ് ചെയ്താൽ മതി. ഇൻസ്ട്രുമെൻറ്റിനെ സിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഇവിടുന്ന് ഇൻസ്ട്രുമെൻറ്റിനെ സിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അതിനുശേഷം ഇതേ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. സിയിൽ ഇൻസ്ട്രുമെൻറ്റ് വെക്കുക, ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്യുക. ബിയിലേക്ക് ബൈസെക്ട് ചെയ്യുക. ബീനെ ബൈസെക്ട് ചെയ്യുക. ടെലിസ്കോപ്പിനെ ട്രാൻസിറ്റ് ചെയ്യുക. അടുത്ത പോയിന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ദെൻ ഈ നമുക്ക് എത്രത്തോളം നീളം വേണോ അത്രത്തോളം നീളം എത്തുന്ന വരെ എന്ത് ചെയ്യാം? പോയിന്റുകൾ ഇങ്ങനെ മാറ്റി മാറ്റി അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രൊലോങ്ങേഷൻ ഓഫ് എ സ്ട്രേറ്റ് ലൈൻ. ഇനി അപ്പോൾ ഇതാണ് മൂന്നാമത്തെയും നാലാമത്തെയും ക്വസ്റ്റ്യൻ. ഇതിൽ 3ഉം 4ഉം ഓറായിരുന്നു, ഒരു പ്രോബ്ലം പിന്നെ ഒരു തിയറി കൂടെ. ഇനി അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ റിപ്പിറ്റേഷൻ മെത്തേഡ് ഫോർ മെഷർമെൻറ്റ് ഓഫ് ഹൊറിസോണ്ടൽ ആംഗിൾസ്. ലിസ്റ്റ് ഔട്ട് ദ എറേഴ്സ് ദാറ്റ് ആർ എലിമിനേറ്റഡ് ബൈ മീൻസ് ഓഫ് റിപ്പിറ്റേഷൻ മെത്തേഡ്. റിപ്പിറ്റേഷൻ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യുക. അതുപോലെ തന്നെ അതിൽ നിന്നും എലിമിനേറ്റ് ആകുന്ന എറേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതും പറയാം. ഓക്കെ. ഇപ്പോൾ റിപ്പിറ്റേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ആംഗിൾ തന്നെ സെവറൽ ടൈംസ് മെഷർ ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് നമ്മൾ റിപ്പിറ്റേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വി വാണ്ട് ടു മെഷർ ദ ആംഗിൾ എ ഒ ബി. സെറ്റ് അപ്പ് ദ ഇൻസ്ട്രുമെൻറ്റ് അറ്റ് ദി പോയിന്റ് ഒ. ദെൻ എന്ത് ചെയ്യുക? ഡു ഓൾ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അത് തന്നെയാണ്. ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്യുക, ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്യുക. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പർ ക്ലാമ്പ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് സെറ്റ് ചെയ്യുക? 0 ഡിഗ്രി 0 മിനിറ്റ് 0 സെക്കൻഡ് സെറ്റ് ചെയ്യുക. ദെൻ ലോവർ യൂസ് ചെയ്തിട്ട് എനെ ബൈസെക്ട് ചെയ്യുക. ലോവർ യൂസ് ചെയ്തിട്ട് ബൈസെക്ട് എനെ ബൈസെക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങോട്ടാണ് ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത്. 0 ഡിഗ്രി 0 മിനിറ്റ് ആണ്. ദെൻ അപ്പർ ലൂസ് ചെയ്യുക. അപ്പർ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ആംഗിൾ ചേഞ്ച് ഉണ്ടാവും അല്ലേ? അപ്പർ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആംഗിൾ ചേഞ്ച് ഉണ്ടാവും. ഈ പോയിൻ്റൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പർ ആംഗിൾ ചേഞ്ച് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഏതൊരു പ്രൊസീജിയർ ആണെങ്കിലും അപ്പർ ആംഗിൾ ചേഞ്ച് ഉണ്ടാക്കാനും ലോവർ ആംഗിൾ ചേഞ്ച് ഇല്ലാതെ തിരിക്കാനും നോ ആംഗിൾ ചേഞ്ച്. ഓക്കെ, അപ്പോൾ അപ്പർ ലൂസൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആംഗിൾ റീഡ് ആവും. ഓക്കെ, ആംഗിൾ റീഡായിട്ട് നമുക്ക് ഏത് വരെ പോകണം? ബൈസെക്ട് ബി എന്ന് പറഞ്ഞ പോയിന്റ് ബൈസെക്ട് ചെയ്യുക. റീഡ് എ ആൻഡ് ബി. പ്രൊസീജിയർ കഴിഞ്ഞോ? ഇല്ല. ഇനി എന്ത് ചെയ്യണം? ടൈറ്റൻ അപ്പർ ക്ലാമ്പ്, ലോവർ ലൂസ് ചെയ്യുക. ലൂസൻ ദി ലോവർ, എന്ത് ചെയ്യണം? ബൈസെക്ട് എ. ഇങ്ങനെ തന്നെ വരണം കേട്ടോ. ബൈസെക്ട് എ. ഇതെന്ത് ചെയ്യണം? അപ്പർ ലൂസ് ചെയ്തിട്ട് വീണ്ടും ആംഗിൾ ചെയ്യുക. അതായത് ഇതിൻ്റെ ഉള്ളിൽ എപ്പോഴും അപ്പറും
പുറത്ത് എന്തുവാണ് യൂസ് ചെയ്യുന്നത്? ലോവർ ക്ലാമ്പുമാണ് റൊട്ടേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതിനുള്ള ആംഗിൾ ചേഞ്ച് ഉണ്ടാവണം. സോ അപ്പർ യൂസ് ചെയ്യുക. ഇവിടെ എന്ത് ചെയ്യണം? ലോവർ യൂസ് ചെയ്യുക, ആംഗിൾ ചേഞ്ച് ഇല്ലാതെ തിരിക്കാൻ വേണ്ടിയിട്ട്. ദെൻ എത്ര ടൈം നമ്മൾ ചെയ്യണം? 3 ടൈംസ് നമ്മൾ ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആക്ച്വലി ഈ വീഡിയോസ് ഒരു തവണ നമുക്ക് എല്ലാ ഭാഗങ്ങളും വായിച്ചൊരാൾക്ക് ഭയങ്കര ഈസി ആയിരിക്കും കേൾക്കാൻ. അല്ലാത്തവർക്ക് കുറച്ച് ഇതെന്താ ഇങ്ങനെ പറയണേ എന്നുള്ളൊരു തോന്നലുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് വീഡിയോസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ഒന്ന് കാണുക. അപ്പോൾ ഇതിനകത്ത് എല്ലാ സ്റ്റെപ്പുകളും വിത്ത് ഫിഗർ എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാ സ്റ്റെപ്പുകളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻസിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ഒരു തവണ റീഡ് ചെയ്ത ആളുകൾക്ക് ദിസ് വീഡിയോസ് ആർ ഓക്കെ. ക്ലിയർ? ഇനി ഇതിനകത്ത് നിന്ന് എലിമിനേറ്റ് ചെയ്യുന്ന എറേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ബൈ റീഡിങ് ബോത്ത് വേർണിയേഴ്സ് എവറി ടൈം എ ആൻഡ് ബി, എറേഴ്സ് ഡ്യൂ ടു എക്സെൻട്രിസിറ്റി. എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഈ സെൻറ്ററിങ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം എലിമിനേറ്റ് ആയിക്കോളും. പിന്നെന്താണ്? ഫേസ് ലെഫ്റ്റും ഫേസ് റൈറ്റും നമ്മൾ എടുക്കുന്നുണ്ട്. വെർട്ടിക്കൽ ആക്സിസിൻ്റെ അതുപോലെ തന്നെ ലൈൻ ഓഫ് കൊളിമേഷനിലൊക്കെ ഉണ്ടാകുന്ന എറേഴ്സിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇംപ്രോപ്പർ ഗ്രാജുവേഷൻ എറേഴ്സ് ആർ എലിമിനേറ്റഡ്. റിപ്പിറ്റേഷൻ മെത്തേഡ് ആയതുകൊണ്ട് തന്നെ ഒരു ഒബ്ജക്റ്റിനെ തന്നെ 2 or 3 തവണ നോക്കുന്നതുകൊണ്ട് ഇംപ്രോപ്പർ ബൈസെക്ഷൻ കാരണമുള്ള എറേഴ്സും എന്താവുന്നുണ്ട്? എലിമിനേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതിൻ്റെ തന്നെ ഓർ ക്വസ്റ്റ്യൻ ആണ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ടെക്നിക്കൽ ടേംസ്. ഫസ്റ്റ് വൺ, വെർട്ടിക്കൽ ആക്സിസ്. വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് ഇതാണ് വെർട്ടിക്കൽ ആക്സിസ് അല്ലേ? വെർട്ടിക്കൽ. പക്ഷേ തിയോളൈറ്റിൻ്റെ കേസിൽ പറയുമ്പം വെർട്ടിക്കൽ ആക്സിസ് ഈസ് ദ ആക്സിസ് about which the instrument rotates in the horizontal plane. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇൻസ്ട്രുമെൻറ്റ് ആരിനെ ബേസ് ചെയ്തിട്ടാണോ റൊട്ടേറ്റ് ചെയ്യുന്നത്, ആ റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസ് ആണ് വെർട്ടിക്കൽ ആക്സിസ്. ഇതാണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ അല്ലേ? ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇൻസ്ട്രുമെൻറ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് ഏത് ആക്സിസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? ഇങ്ങനെയുള്ള വെർട്ടിക്കൽ ആക്സിസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ട്രാൻസിറ്റിംഗ്. ട്രാൻസിറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഓപ്പറേഷൻ ഓഫ് ടേണിംഗ് ദ ടെലിസ്കോപ്പ് ഇൻ ദ ഏത് പ്ലെയിനാണ്? വെർട്ടിക്കൽ പ്ലെയിനാണ്. വെർട്ടിക്കൽ പ്ലെയിനിലാണ് തിരിക്കുന്നത് എബൌട്ട് ദി ഹൊറിസോണ്ടൽ ആക്സിസ്. സ്വിങ്ങിങ്. സ്വിങ്ങിങ് എന്ന് പറയുന്നത് ഇതാ ഈ പ്രോസസ്സാണ് സ്വിങ്ങിങ് എന്ന് പറയുന്നത്. ഫേസ് ലെഫ്റ്റിൽ നിന്ന് ഫേസ് റൈറ്റിലേക്കും തിരിച്ചിങ്ങോട്ടും കൊണ്ടുവരുന്ന പ്രോസസ്സ്. ഇപ്പോൾ സ്വിങ്ങിങ് എന്ന് പറയുമ്പോഴത്തേനും എന്താണ്? ഇറ്റ് ഈസ് ദ ഓപ്പറേഷൻ ഓഫ് ടേണിംഗ് ദ ടെലിസ്കോപ്പ് ഇൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ എബൌട്ട് ദി വെർട്ടിക്കൽ ആക്സിസ് ഫ്രം ഫേസ് ലെഫ്റ്റ് ടു ഫേസ് റൈറ്റ്. ടെലിസ്കോപ്പ് നോർമൽ. ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷനാണ്. വെർട്ടിക്കൽ സർക്കിൾ ഒബ്സർവറിൻ്റെ ലെഫ്റ്റിൽ നിൽക്കുമ്പോഴാണ് അതിന് ഫേസ് ലെഫ്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൾസോ നോൺ ആസ് ടെലിസ്കോപ്പ് നോർമൽ പൊസിഷൻ. ദെൻ ടെലിസ്കോപ്പ് ഇൻവേർട്ടഡ്. ടെലിസ്കോപ്പ് ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ ഫേസ് റൈറ്റ് ഒബ്സർവേഷൻസിനെയാണ് നമ്മൾ ടെലിസ്കോപ്പ് ഇൻവേർട്ടഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ട്രാവേഴ്സിംഗ് ബൈ മെത്തേഡ് ഓഫ് ഇൻക്ലൂഡഡ് ആംഗിൾ. എക്സ്പ്ലെയിൻ ട്രാവേഴ്സിംഗ് ബൈ മെത്തേഡ് ഓഫ് ഇൻക്ലൂഡഡ് ആംഗിൾ. അപ്പോൾ അതൊന്ന് പറയാം അല്ലേ? ഇൻക്ലൂഡഡ് ആംഗിൾ മെത്തേഡ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ട്രാവേഴ്സ് പ്ലോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എ ബി സി ഡി ഇ. ഓക്കെ, ഫസ്റ്റ് പോയിന്റിൽ എന്ത് ചെയ്യുക? തിയോളൈറ്റ് സെറ്റ് ചെയ്യുക. ഡു ഓൾ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഡു ഓൾ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് ഫസ്റ്റ് ലൈൻ. മാഗ്നറ്റിക് ബിയറിംഗ് കാണണം. മാഗ്നറ്റിക് ബിയറിംഗ് കാണണം. ആരുടെ? ഫസ്റ്റ് ലൈനിൻ്റെ, എ ബി എന്ന് പറഞ്ഞ ലൈനിൻ്റെ മാഗ്നറ്റിക് ബിയറിംഗ് കാണണം. ഓക്കെ, അത് കഴിഞ്ഞു. ഈ മൂന്നാമത്തെ സ്റ്റെപ്പ് നമുക്ക് ഈ ഇൻക്ലൂഡഡ് ആംഗിളാണ് വേണ്ടത് അല്ലേ? എന്ത് ചെയ്യണം? ഇവിടുന്ന് 0 ഡിഗ്രി 0 മിനിറ്റ് സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വരണം. നല്ല ആംഗിൾ റീഡ് ആവുള്ളൂ. ഇവിടെ 0 ഡിഗ്രി വന്നിട്ട് 1 2 3 4 കൊണ്ട് ആംഗിൾ ബി വരെ ആഡപ്പ് ആവും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? 0 ഡിഗ്രി 0 മിനിറ്റ് 0 സെക്കൻഡ് സെറ്റ് ചെയ്യണം. എങ്ങോട്ട്? ഈയിലേക്ക്. അതിന് മുമ്പായിട്ട് അപ്പർ യൂസ് ചെയ്തിട്ട് 0 ഡിഗ്രി 0 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? സെറ്റ് ചെയ്തു. നാലാമത്തെ പോയിന്റ് എന്താണ്? ലോവർ യൂസ് ചെയ്തിട്ട് ആരെ ബൈസെക്ട് ചെയ്യണം? ബൈസെക്ട് പോയിന്റ് ഇ. ഏതാണോ ലാസ്റ്റ് വരുന്ന പോയിന്റ് ആ പോയിന്റ്, എൻ്റെ തൊട്ട് മുൻപുള്ള പോയിന്റ് ആരാണോ അവിടത്തേന് ബൈസെക്ട് ചെയ്യണം. ദെൻ അഞ്ചാമത്തെ പോയിന്റ്. അപ്പോൾ ഇത് കഴിഞ്ഞു. എന്ത് ചെയ്യണം? അപ്പർ ലൂസ് ചെയ്യുക. അപ്പർ ലൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ബൈസെക്ട് ബി. അപ്പർ ലൂസ് ചെയ്തിട്ട് ബൈസെക്ട് ബി. ബീനെ ബൈസെക്ട് ചെയ്യുക. ആറാമത്തെ പോയിന്റ് എ ആൻഡ് ബി റീഡ് ചെയ്യുക.
എയും ബിയും വെർനിയർ എയും ബിയും റീഡ് ചെയ്യുക. ഇതിൻ്റെ ആവറേജാണ് നമുക്ക് കിട്ടുന്ന ആംഗിൾ ഇ എ ബി. സിമിലർലി ഇൻസ്ട്രുമെൻറ്റിനെ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക, അടുത്ത പോയിന്റ് ബിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഈ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. പക്ഷേ ഫസ്റ്റ് പോയിന്റിൽ മാത്രം മാഗ്നറ്റിക് ബെയറിംഗ് കണ്ടാൽ മതി, പിന്നുള്ളതിലൊന്നും മാഗ്നറ്റിക് ബെയറിംഗ് കാണണ്ട. ഇത്രയാണ് എന്ത് പറയുന്നത് ഇൻക്ലൂഡഡ് ആംഗിൾ മെത്തേഡ്. പ്രോബ്ലമാണ് two straights intersect at a chain edge 2500 meter and the angle of intersection is 120 degree. If the radius of the simple curve to be introduced is 600 meter, find the following: tangent distance, chain edge of point of commencement, chain edge of point of tangency, length of long chord. Okay, അപ്പോൾ നമുക്ക് ആദ്യം given datas എഴുതാം. Two straights intersect at a chain edge of 2500. അപ്പോൾ ചെയിൻ ഏജ് അറ്റ് ഇൻ്റർസെക്ഷൻ ഫസ്റ്റ് പോയിൻ്റ് അതാണ് ഗിവൺ ഡാറ്റയിൽ. ചെയിൻ ഏജ് അറ്റ് ഇൻ്റർസെക്ഷൻ എത്രയാണ് 2500, അത്രയും മീറ്റേഴ്സ് ആണ്. ദെൻ എന്താണ് ദ ആംഗിൾ ഓഫ് ഇൻ്റർസെക്ഷൻ, ആംഗിൾ ഓഫ് ഇൻ്റർസെക്ഷൻ I 120. Radius of the simple curve, radius 600 meter. ഇത്രയാണ് നമുക്ക് ഗിവൺ ഡാറ്റാസ് ഉള്ളത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ആ ഫിഗർ ഒന്ന് കാണാം. ഇതാണ് കർവ്, കർവിൻ്റെ ലോങ് കോഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോറി, ഓക്കെ, കർവ് ഇതാണ് T1 T2 റേഡിയസ് ഈ 600 മീറ്റേഴ്സ്. പിന്നെന്താണ് ആംഗിൾ ഓഫ് ഇൻ്റർസെക്ഷൻ, ആംഗിൾ ഓഫ് ഇൻ്റർസെക്ഷൻ ഈസ് 120 ഡിഗ്രി. പിന്നെ എന്താ ഉള്ളത് ചെയിൻ ഏജ് അറ്റ് ഇൻ്റർസെക്ഷൻ ഈസ് 2500. ഓക്കെ, ഇനി നമുക്കിതിനകത്ത് നിന്ന് ഈ ആംഗിൾ കണ്ടുപിടിക്കാം. ഡിഫ്ലക്ഷൻ ആംഗിൾ ഡെൽറ്റ, ഡിഫ്ലക്ഷൻ ആംഗിൾ ഈസ് 60 ഡിഗ്രി ആയിരിക്കും. 120/2 ആയിരിക്കും. സോറി, 180 മൈനസ് 120 ദാറ്റ് ഈസ് 60 ഡിഗ്രി. അപ്പോൾ ഡിഫ്ലക്ഷൻ ആംഗിൾ ഈസ് 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിന് നമുക്ക് എന്ത് എഴുതാം? ഡിഫ്ലക്ഷൻ ആംഗിൾ -180 മൈനസ് 120 ദാറ്റ് ഈസ് 60 ഡിഗ്രി. എന്നുവെച്ചാൽ ഇത് ടോട്ടൽ 180 ആണ്. ഈ 180ൽ നിന്നും ഇത് 120 ആണ്. അപ്പോൾ ബാക്കി 60 ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതെഴുതി. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ടാൻജൻറ്റ് ഡിസ്റ്റൻസ് അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ടാൻജൻറ്റ് ഡിസ്റ്റൻസ്. ടാൻജൻറ്റ് ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എഴുതാം. ടാൻജൻറ്റ് ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ r tan θ/2, r tan θ/2. ഇവിടെ ഇതാണ് തീറ്റ കേട്ടോ, ഇത് I ആണ്. ഇൻ്റർസെക്ഷൻ ആംഗിളാണ് I എന്ന് പറയുന്നത്, ഡിഫ്ലക്ഷൻ ആംഗിളാണ് തീറ്റ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 600 tan θ/2 എന്ന് പറയുമ്പോഴത്തേനും 60/2. ആൻസർ എത്രയാണ് വരുന്നത് നോക്കൂ കേട്ടോ. ഓക്കെ, 346 പോയിൻറ്റ് സംതിങ് ആണ് വരുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് റൈറ്റ്. ദെൻ ചെയിൻ ഏജ് ഓഫ് പോയിൻ്റ് ഓഫ് കമൻസ്മെൻറ്റ്. ചെയിൻ ഏജ് ഓഫ് പോയിൻ്റ് ഓഫ് കമൻസ്മെൻറ്റ് എന്ന് പറയുന്നത് ചെയിൻ ഏജ് ഓഫ് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ മൈനസ് ടാൻജൻറ്റ് ലെങ്ത്ത്. അതായത് ഇതാണ് ചെയിൻ ഏജ് ഓഫ് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ, ഇതാണ് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. ഈ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ നിന്നും ഇതാണ് ടാൻജൻറ്റ് ഡിസ്റ്റൻസ് അല്ലേ? ടാൻജൻറ്റ് ഡിസ്റ്റൻസ് അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ദൂരത്തിൽ നിന്നും ഈ പോയിന്റിൽ നിന്നും ഇത്രയും ദൂരം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? പോയിൻ്റ് ഓഫ് കമൻസ്മെൻറ്റ് കിട്ടും. ഓക്കെ, ഈ പോയിൻ്റ് അറിയാം, ഈ പോയിന്റിൽ നിന്നും ഇത്രയും ദൂരം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിന്റ് കിട്ടും. അപ്പോൾ പോയിൻ്റ് ഓഫ് കമൻസ്മെൻറ്റ്. പോയിൻ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഈക്വൽ ടു പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ മൈനസ് ടാൻജൻറ്റ് ഡിസ്റ്റൻസ്. പക്ഷെ നിങ്ങൾക്ക് ടാൻജൻറ്റ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടോ? ഇല്ല അല്ലേ? ടാൻജൻറ്റ് ഡിസ്റ്റൻസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ? 346 സംതിങ്, 346.12 മീറ്റേഴ്സ് എന്ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഗിവൺ ആണ്, ഇത് നമുക്ക് ഇവിടെ നിന്നും കിട്ടും. സോ പോയിൻ്റ് ഓഫ് കമൻസ്മെൻറ്റ് കിട്ടി. ദെൻ നെക്സ്റ്റ് എന്താ കാണാൻ പറഞ്ഞിരിക്കണേ? ചെയിൻ ഏജ് ഓഫ് പോയിൻ്റ് ഓഫ് ടാൻജൻസി.
ടാൻജൻറ്റ് സി. എന്ത് ചെയ്താൽ മതി? ഈ പോയിൻ്റ് അറിയാം. ഈ പോയിൻറ്റിനോട് കൂടിയിട്ട് കർവിൻ്റെ ലെങ്ത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിൻ്റ് കിട്ടില്ലേ? ഈ പോയിൻ്റ് അറിയാം. ഇതിനോട് ഈ ലെങ്ത്ത് കൂട്ടിക്കഴിഞ്ഞാൽ ഈ പോയിൻ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ എന്തറിയാം? ലെങ്ത് ഓഫ് കർവ് നമുക്കറിയില്ല. ലെങ്ത് ഓഫ് കർവ് കണ്ടാൽ മതി. അപ്പോൾ ഇത് കാണാൻ പോയിൻ്റ് ഓഫ് കമൻസ്മെൻറ്റ് പ്ലസ് ലെങ്ത് ഓഫ് കർവ്. ഇപ്പോൾ ലെങ്ത് ഓഫ് കർവ് എത്രയാണെന്ന് അറിയില്ല. ലെങ്ത് ഓഫ് കർവ് കാണാൻ ഇക്വേഷൻ ഉണ്ട്. ലെങ്ത് ഓഫ് കർവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? പൈ ആർ തീറ്റ ബൈ 180. പൈ ആർ 60. ആർ എന്താണ്? റേഡിയസ് ഇൻറ്റു 600 ഇൻറ്റു തീറ്റ. തീറ്റ ഈസ് 60 ഡിഗ്രി ഡിവൈഡഡ് ബൈ 180 ഡിഗ്രി. ഇത് ചെയ്യുമ്പം എത്രയാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതാണ് ഇവിടുത്തെ ലെങ്ത് ഓഫ് കർവ്. അപ്പോൾ ലെങ്ത് ഓഫ് കർവ് കിട്ടിക്കഴിഞ്ഞാൽ പോയിൻ്റ് ഓഫ് ടാൻജൻസി കിട്ടും. ദെൻ ലെങ്ത് ഓഫ് ലോങ് കോഡ്, ഫോർത്ത് വൺ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ലോങ് കോഡ്. ലെങ്ത് ഓഫ് ലോങ് കോഡ് കാണാൻ ഇക്വേഷൻ ഉണ്ട്. ലോങ് കോഡ്, ലെങ്ത് ഓഫ് ലോങ് കോഡ് കാണാനുള്ള ഇക്വേഷൻ 2r സൈൻ തീറ്റ ബൈ 2. വാല്യൂസ് 2 ഇൻറ്റു 600 ഇൻറ്റു സൈൻ 60 ബൈ 2 സൈൻ 30. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആൻസർ വരുന്നത് അത് 600 മീറ്റർ എങ്ങാണ്ടാണ് അതിനകത്ത് ആൻസർ വരുന്നത് കേട്ടോ. 2 ഇൻറ്റു 600 ഇൻറ്റു സൈൻ 30 ദാറ്റ് ഇസ് 600 മീറ്റേഴ്സ്. ലെങ്ത് ഓഫ് ലോങ് കോഡ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയാണ് പ്രോബ്ലംസ് ഉള്ളത്. ഇതിനകത്ത് പോയിൻ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇൻ്റർസെക്ഷൻ തന്നിട്ടുണ്ട്, ആംഗിൾ ഓഫ് ഇൻ്റർസെക്ഷൻ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ഡിഫ്ലക്ഷൻ ആംഗിൾ കാണണം. പിന്നെ ഇക്വേഷൻസ് ആണ്. ഇക്വേഷൻസിൽ ഇങ്ങനെയുള്ള ഡിസ്റ്റൻസുകൾ കാണാൻ പ്ലസും മൈനസും ചെയ്യാനുള്ളത് ഫിഗർ വെച്ചിട്ട് നോക്കുകയാണ് ഏറ്റവും സുഖമുള്ളത്. ബാക്കി ലെങ്ത് ഓഫ് ലോങ് കോഡ് കാണാനുള്ള ഇക്വേഷൻ 2r സൈൻ തീറ്റ ബൈ 2. ലെങ്ത് ഓഫ് കർവ് പൈ ആർ തീറ്റ ബൈ 180. ടാൻജൻറ്റ് ഡിസ്റ്റൻസ് r ടാൻ തീറ്റ ബൈ 2. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 9ാമത്തെ ക്വസ്റ്റ്യൻ. A closed traverse was conducted around an obstacle and the following observations were made. Work out the missing quantities. അപ്പോൾ ഇതിനകത്ത് സൈഡ് തന്നിട്ടുണ്ട്, ലെങ്ത്ത് തന്നിട്ടുണ്ട്, WCB ഹോൾ സർക്കിൾ ബിയറിംഗ് തന്നിട്ടുണ്ട്, ലാറ്റിറ്റ്യൂഡ് തന്നിട്ടുണ്ട്, ഡിപ്പാച്ചർ തന്നിട്ടുണ്ട്. മിസ്സിംഗ് ഡാറ്റ എന്ന് പറയുന്നത് 2 ലെങ്ത്തുകളാണ്. DE എന്ന് പറഞ്ഞ സൈഡിൻ്റെയും EA എന്ന് പറഞ്ഞ സൈഡിൻ്റെയും ലെങ്ത്തുകൾ മിസ്സിംഗ് ആണ്. ആ 2 ലെങ്ത്തുകൾ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എങ്ങനെ അത് വർക്കൗട്ട് ചെയ്യണേ നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഫിഗർ ഒന്നുകൂടെ വരയ്ക്കുന്നുണ്ട്. CDE A B C D E. അതിനകത്ത് DE എന്ന് പറഞ്ഞ സൈഡിൻ്റെയും EA എന്ന് പറഞ്ഞ സൈഡിൻ്റെയും DE എന്ന് പറഞ്ഞ സൈഡിൻ്റെയും ലെങ്ത്തുകൾ മിസ്സിംഗ് ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ലെങ്ത്തുകൾ മിസ്സിംഗ് ആണ്. ഓക്കെ, വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ലെങ്ത് ഓഫ് DE ആൻഡ് EA. അപ്പോൾ നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്, സിഗ്മ L ഈക്വൽ ടു 0 ആയിരിക്കും, സിഗ്മ D ഈക്വൽ ടു 0 ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ഫൈൻ, ഇതിനകത്ത് 3 ലെങ്ത്തിൻ്റെയും ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും കാൽക്കുലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ചിലപ്പോൾ WCB മാത്രം, ലെങ്ത്തും WCB മാത്രം തരാം, ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും തരാതെ. ഇതിപ്പോൾ 3 എണ്ണം കൂടി ഇതിനകത്ത് എക്സ്ട്രാ തന്നിട്ടുണ്ട്. ഞാനെന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെങ്ത്ത് ഹോൾ സർക്കിൾ ബിയറിംഗ്, ലാറ്റിറ്റ്യൂഡ് ഡിപ്പാർച്ചറാണ് അല്ലേ? ഇപ്പോൾ ലെങ്ത്ത് തന്നിട്ടുണ്ട്, WCB തന്നിട്ടുണ്ട്, നമുക്ക് ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും തരാതിരിക്കാം. പക്ഷെ ഇതിനകത്ത് എന്തുണ്ട്? ഓൾറെഡി തന്നിട്ടുണ്ട് 3 എണ്ണത്തിൻ്റെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്കത് കാണണ്ട. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് കൂടി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരും. നമുക്ക് ഫസ്റ്റത്തെ നോക്കാം. സിഗ്മ L ഈക്വൽ ടു 0 അല്ലേ? ലാറ്റിറ്റ്യൂഡ് ഈക്വൽ ടു 0, സിഗ്മ L ഈക്വൽ ടു 0. ഹിയർ വാല്യൂസ് തന്നിട്ടുണ്ട് -73.91 പ്ലസ് 535.12 പ്ലസ് 223.31. ഇനിയുള്ളത് പ്ലസ് നമുക്ക് DE എന്ന് പറഞ്ഞ ലെങ്ത്തിന് L1 എന്ന് കൊടുക്കാം, ഇതിന് L2 എന്ന് കൊടുക്കാം. ഓക്കെ, പ്ലസ് L1 cos 230 പ്ലസ്
L2 cos 150 degree 10 minute ഈക്വൽ ടു എത്ര വരണം? 0 വേണം അല്ലേ? സിഗ്മ L ഈക്വൽ ടു 0 ആണ്. വാല്യൂസ് കൊടുക്കുക. ഇത്രയും ചെയ്യുമ്പം നിങ്ങൾക്ക് കിട്ടുന്നത് ശരിയാണോ നോക്കണേ? 684.52 പ്ലസ് കോസ് 230 എന്ന് പറയുമ്പോഴത്തേനും അത് മൈനസ് ആയിട്ടാണ് വരിക. നമുക്ക് മൈനസ് ആഡ് ചെയ്യാം. മൈനസ് 0.643 L1 മൈനസ് 0.867 L2 ഈക്വൽ ടു 0. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സിഗ്മ ഡി ഈക്വൽ ടു 0 കൊടുക്കാം. ഡിപ്പാർച്ചർ ചെയ്ത് നോക്കാം. സിഗ്മ ഡി ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 494.50 പ്ലസ് 313.11 മൈനസ് 411.29 മൈനസ് L1 സൈൻ 230 പ്ലസ് കൊടുത്തേക്കൂ. സൈൻ നോക്കിയിട്ട് വാല്യൂസ് കൊടുക്കാം. പ്ലസ് L2 സൈൻ 150 ഡിഗ്രി 10 മിനിറ്റ് ഈക്വൽ ടു എന്താണ്? 0. ഇത്രയും ടേംസ് ചെയ്യുമ്പം 396.32 മൈനസ് ഇത് മൈനസ് ആയി 0.766 L1 പ്ലസ് 0.497 L2 ഈക്വൽ ടു 0. ഇക്വേഷൻ നമ്പർ 2. ഇനി ഇതിനകത്ത് ഈ രണ്ട് ടേംസ് L2നെ സെയിം ആക്കണം. അതായത് ഇതിൽ L2ൻ്റെ ഇവിടെയുള്ള 0.867 എന്ന വാല്യൂവിനെ 0.497 ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടി ചെയ്യണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ നമ്പർ 1 ഇൻറ്റു 0.497 ഡിവൈഡഡ് ബൈ എത്രയാണ്? 0.867 അല്ലേ? അപ്പോൾ ആ സ്ഥാനത്ത് എന്ത് വരും? 0.497 എന്ന വാല്യൂ വരും. അതായത് മൈനസ് 0.867 ഇൻറ്റു 0.497 ഡിവൈഡ് ബൈ 0.867. ഈ ടേം കൊണ്ടാണ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞത് അല്ലേ? അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്തപ്പോൾ ആ സ്ഥാനത്ത് എന്ത് വരും? ഈ വാല്യൂ വരും. ഹോൾ ഇക്വേഷനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ വാല്യൂസിലൊന്നും ഒരു ചേഞ്ചും വരില്ല. അപ്പോൾ ഇക്വേഷനെ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.368 L1 പ്ലസ് 0.497 L2 ഈക്വൽ ടു 371.76. ഇക്വേഷൻ നമ്പർ മാറ്റി എഴുതി. ഇനി അടുത്ത ഇക്വേഷൻ 2 എഴുതുമ്പോൾ 0.766 L1 പ്ലസ് 0.4 അത് മൈനസ് ആണ് 497 L2 ഈക്വൽ ടു ഈ ടേമിന് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അതായത് ഈ ടേമിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ നിർത്തി ബാക്കി എല്ലാ ടേമിനെയും അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഇവിടെ തന്നെ റീഅറേഞ്ച് ചെയ്യാം അല്ലേ? എന്നാലേ അത് കറക്റ്റ് മനസ്സിലാവുള്ളൂ. 684.52 ഇതിനവിടെ നിർത്തി മറ്റേ ടേമിനും അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പം 0.643 L1 പ്ലസ് 0.867 L2 ഇക്വേഷൻ മാറ്റി. ഇനി ഇവിടെ അതുപോലെ മാറ്റി എഴുതണം. ഈ ടേമിനെ ഇവിടെ നിർത്തി മറ്റേ ടേമിനേക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 മാറുന്നത് 396.32 അവിടെ നിർത്തി 0.766 L1 മൈനസ് 0.497 L2 അല്ലേ? അപ്പോൾ രണ്ടാമത്തേൽ മൈനസ് L2 ആണ്. ഇവിടെ എന്തായിരുന്നു? പ്ലസ് ആണ്. ഓക്കെ, 397 ആയി. ഇവിടെ 396.32. ഈ രണ്ട് ഇക്വേഷനും തമ്മിൽ ജസ്റ്റ് പ്ലസ് ചെയ്യാം. പ്ലസ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 1.134 L1 പ്ലസ് 0. ഈ രണ്ട് ടേമിൽ 0. ഇത് 0 ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്തത് കേട്ടോ. എന്നാൽ ഒരു ടേം ക്യാൻസൽ ആവുമല്ലോ. അപ്പോൾ എന്ത് കിട്ടും? 768.08 എന്ന് കിട്ടും. ഇതിന് L1 ഈക്വൽ ടു എന്ത് വരും? 768.08 ഡിവൈഡഡ് ബൈ 1.134 ദാറ്റ് ഈസ് 6
277.32 മീറ്റേഴ്സ് എന്ന് കിട്ടും L1. അപ്പോൾ L2 കാണാൻ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ L2 ഈക്വൽ ടു 247.85 ഓർ 86 മീറ്റേഴ്സ് എന്ന് കിട്ടും. വാല്യൂസ് കറക്റ്റ് ആണോ എന്നറിയില്ല, ചെക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, നമ്മൾ 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. ആൻ ഇൻസ്ട്രുമെൻറ്റ് വാസ് സെറ്റപ്പ് അറ്റ് P and the angle of elevation to a vane 4 meter above the foot of the staff held at Q was 9 degree 30 minute. The horizontal distance between P and Q was known to be 2000 meter and determine the RL of the staff station Q given the RL of the instrument axis was 2650.38 meter. Question ഒരു കറക്ഷൻ ഉണ്ട്. P and Qൻ്റെ ഡിസ്റ്റൻസ് 2000 മീറ്റർ ആണ്, നോൺ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. പക്ഷേ 2000 മീറ്റർ മാറ്റിയിട്ട് 20 മീറ്റർ കൊടുക്കുമ്പോഴാണ് കാൽക്കുലേഷൻ കറക്റ്റ് ആവുന്നത് കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് ചെയ്യുക, 20 മീറ്റർ ആക്കി മാറ്റുക, എന്നാലേ കാൽക്കുലേഷൻ കറക്റ്റ് ആവുള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക്, ആ പ്രോബ്ലം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ആ മാർക്ക് നിങ്ങൾക്ക് ഹാഡപ്പ് ആവും. ഓക്കെ, an instrument was set up at a point P and the angle of elevation to a vane 4 meter above the foot of the staff held at Q was 9 degree 30 minute. അപ്പോൾ ആദ്യം നമുക്ക് ഫിഗർ ഡ്രോൺ ചെയ്യാം. ഗ്രൗണ്ട് മാർക്ക് ചെയ്തു. ഇൻസ്ട്രുമെൻ്റ് അറ്റ് P എന്ന് പറഞ്ഞ പോയിന്റിലാണ് ഇൻസ്ട്രുമെൻ്റ് ഇരിക്കുന്നത്. സ്റ്റാഫ് ഹെൽഡ് ചെയ്തിരിക്കുന്നത് Q എന്ന് പറഞ്ഞ പോയിന്റാണ്. ഇതാണ് പോയിന്റ് Q. നേരെ വരയ്ക്കുന്ന ഈ വരയാണ് ഇൻസ്ട്രുമെൻ്റ് ആക്സിസ് എന്ന് പറയുന്നത്. ഇത് 9 ഡിഗ്രി 30 മിനിറ്റ്, ടോട്ടൽ ഹൈറ്റ് 4 മീറ്റർ. ഇവിടത്തേക്കുള്ള RL 2650.38 മീറ്റർ. അറിയാം അല്ലേ, 2000 മീറ്റർ. അപ്പോൾ അത് മാറ്റിയിട്ടാണ് ഞാൻ 20 മീറ്റർ ആക്കാൻ പറഞ്ഞത്. 20 മീറ്റർ, ഫൈൻ. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്, ഈ ഡിസ്റ്റൻസിന് നമുക്ക് H1 മാർക്ക് ചെയ്യാം, ഈ ഡിസ്റ്റൻസ് H2 മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ H1 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ഇക്വേഷൻ വഴി കിട്ടും അല്ലേ. H1 ഈക്വൽ ടു D tan തീറ്റ. D ഈക്വൽ ടു എത്രയാണ്, 20 ഇൻറ്റു ടാൻ തീറ്റ ഈക്വൽ ടു 9 ഡിഗ്രി 30 മിനിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ, ഈ വാല്യൂ കൊടുക്കുമ്പം 20 ഇൻറ്റു ടാൻ 9 ഡിഗ്രി 30 മിനിറ്റ് കൊടുക്കുമ്പം നിങ്ങൾക്ക് കിട്ടുന്നത് 3.346 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഈ ഹൈറ്റ് H1. ഇത് H2 എത്ര കിട്ടുന്നത്, 4 മൈനസ് 3.346, ദാറ്റ് ഈസ് 0.66 മീറ്റേഴ്സ്. ഓക്കെ, ദെൻ എന്താ നമുക്ക് കാണാനുള്ളത്, RL ഓഫ് ദി പോയിന്റ് Q. RL ഓഫ് പോയിന്റ് Q ഇങ്ങനെ കാണാം, RL ഓഫ് ഇൻസ്ട്രുമെൻ്റ് ആക്സിസ് മൈനസ് H2. ഇൻസ്ട്രുമെൻ്റ് ആക്സിസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 2650.38 മൈനസ് 0.66, ദാറ്റ് ഈസ് 2649.72 മീറ്റേഴ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. നെക്സ്റ്റ് തേർഡ് മൊഡ്യൂൾ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ഇൻ ബ്രീഫ് ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ട്രാവേഴ്സിങ് വിത്ത് ടോട്ടൽ സ്റ്റേഷൻ. ടോട്ടൽ സ്റ്റേഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ട്രാവേഴ്സിങ് ചെയ്യാമെന്നുള്ളതാണ്. ടോട്ടൽ സ്റ്റേഷൻ നിങ്ങൾക്കറിയാം, നമുക്ക് മൊബൈൽ ഫോൺ പോലെ യൂസ് ചെയ്യാവുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അതായത് ഒരു ഡിജിറ്റൽ പാഡ് ഉണ്ടാവും, അതിനകത്ത് ടൈപ്പ് ചെയ്തിട്ടാണ് നമുക്ക് ഡാറ്റാസ് എൻട്രി ചെയ്യും. അതുപോലെ നമുക്ക് കൊടുക്കേണ്ട കമാൻഡുകളെല്ലാം അതിനകത്താണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് ഞാൻ സ്ക്രീനിൽ ജസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് റീഡ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻ ടോട്ടൽ സ്റ്റേഷൻ സെറ്റപ്പ്. ടോട്ടൽ സ്റ്റേഷൻ്റെ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ 3 സ്റ്റെപ്പുകളാണ് ടോട്ടൽ സ്റ്റേഷനിൽ പറയുന്നത്. ഒന്ന്, സെൻറ്ററിങ് ദ ടോട്ടൽ സ്റ്റേഷൻ ഓവർ ദി സ്റ്റേഷൻ. എന്താണ് ടോട്ടൽ സ്റ്റേഷൻ, നമ്മൾ ഗ്രൗണ്ടിൻ്റെ എക്സാക്റ്റ് പോയിൻറ്റിൻ്റെ മുകളിൽ വെക്കുക എന്നുള്ളതാണ്. ദെൻ ലെവലിംഗ് ദ ടോട്ടൽ സ്റ്റേഷൻ, ലെവൽ ചെയ്യാം. അതായത് അതിനകത്ത് ഒരു ബബിൾ ഉണ്ട്, ആ പ്ലേറ്റ് ബബിൾ എന്ത് ചെയ്യുക, ഫുഡ് സ്ക്രൂസ് യൂസ് ചെയ്തുകൊണ്ട്, ലെവലിംഗ് സ്ക്രൂസ് യൂസ് ചെയ്തുകൊണ്ട് പ്ലേറ്റ് ബബിളിന് സെൻറ്റർ ചെയ്യാം. ദെൻ എലിമിനേഷൻ ഓഫ് പാരലാക്സ് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു വൈറ്റ് പേപ്പർ നമ്മുടെ എന്താ പറയുക ഒബ്ജക്റ്റ് ഐ പീസിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ക്രോസ് ഹെയറിനെ ഡിസ്റ്റിങ്റ്റ് ആക്കാം. അതേപോലെ തന്നെ വൈറ്റ് പേപ്പർ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്കൈയിലേക്ക് ഫോക്കസ് ചെയ്തിട്ടും ഇതേ പ്രോസസ്സ് ചെയ്യാം.
അപ്പം ഈ 3 സ്റ്റെപ്പിലാണ് വരുന്നത്. സെൻറ്ററിങ് ദ ടോട്ടൽ സ്റ്റേഷൻ ആൻഡ് ലെവലിംഗ് ദ ടോട്ടൽ സ്റ്റേഷൻ, ദെൻ എലിമിനേഷൻ ഓഫ് പാരലാക്സ്. അപ്പോൾ അതിൻ്റെ നോട്ട് ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് നോക്കിയേക്കാം. Explain the components of a remote sensing with the help of a figure. ഒരു ഫിഗർ യൂസ് ചെയ്തുകൊണ്ട് കമ്പോണൻസ് ഓഫ് റിമോട്ട് സെൻസിങ് പറയാനാണ്. അപ്പോൾ റിമോട്ട് സെൻസിങ്ങിനകത്ത് മെയിനായിട്ട് 4 കമ്പോണൻസ് ആണ് വരുന്നത്. ഇതാണ് 4 കമ്പോണൻസ് ആയിട്ട് വരുന്നത്. ആദ്യം എന്താണ്, ടാർജറ്റിൽ നിന്നും എനർജി എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് എങ്ങോട്ട്, സെൻസറിലേക്ക്. ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. ഓക്കെ, ഇതാണ് എൻ്റെ ഫിഗർ. ടാർജറ്റ്, എനർജി, ട്രാൻസ്മിഷൻ ആൻഡ് സെൻസർ. അപ്പോൾ ഇതാണ്. ദർ ആർ 4 ബേസിക് കമ്പോണൻസ് ഓഫ് റിമോട്ട് സെൻസിങ് ഇൻക്ലൂഡ് ടാർജറ്റ്, എനർജി സോഴ്സ്, ട്രാൻസ്മിഷൻ പാത്ത് ആൻഡ് എ സെൻസർ. ദ ടാർജറ്റ് ഈസ് ദ ഒബ്ജക്റ്റ് ഓർ മെറ്റീരിയൽ ടു ബി സ്റ്റഡീഡ്. എന്തിനെക്കുറിച്ചാണോ പഠിക്കുന്നത് അതാണ് നമ്മുടെ ടാർജറ്റ് എന്ന് പറയുന്നത്. ദ കമ്പോണൻസ് ഇൻ ദ സിസ്റ്റം മെഷർ ആൻഡ് റെക്കോർഡ് ഇൻഫർമേഷൻ എബൌട്ട് ദ ടാർജറ്റ് വിത്തൗട്ട് ആക്ച്വലി കമ്മിങ് ഇൻ കോൺടാക്ട് വിത്ത് ദി ടാർജറ്റ്. നമ്മുടെ ഒബ്ജക്റ്റുമായിട്ടൊരു കോൺടാക്റ്റ് ഇല്ലാണ്ട് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതാണ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. There must be an energy source which illuminate and provides electromagnetic energy and will act as a medium for transmitting information from the target to the sensor. അതായത് ഇതിനകത്തൊരു എനർജി സോഴ്സ് ഉണ്ടാവും. ഈ എനർജി സോഴ്സാണ് എന്ത്, ഇലക്ട്രോമാഗ്നറ്റിക് അല്ലെങ്കിൽ വേവ്സിന് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ടാർജറ്റിനെ കുറിച്ചുള്ള സകല ഇൻഫർമേഷൻസും എങ്ങോട്ട് പാസ് ചെയ്യുന്നുണ്ട്, സെൻസറിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. ദ സെൻസർ ഓഫ് remote device will collect and record electromagnetic radiation. എനർജി ടാർജറ്റിൽ നിന്നുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ ആര് സെൻസ് ചെയ്യുന്നുണ്ട്, സെൻസർ, നമ്മുടെ റിമോട്ട് സെൻസിങ് ഇക്വിപ്മെൻറ്റ് സെൻസർ ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പോൾ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെയാണ് നമ്മൾ ആക്ച്വലി ഇവിടെ മെഷർ ചെയ്യുന്നത്. എനർജി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു തവണ എനർജി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഈ സെൻസർ അതിൽ വെച്ചിട്ട് വർക്ക് ചെയ്യാണ്. സെൻസർ അതിനെ പ്രോസസ്സ് ചെയ്യാണ്. സെൻസർ അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു ഇമേജ് ആക്കിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫോർമാറ്റിലേക്കോ അതിനെ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ കൺവേർട്ടഡ് ആയിട്ടുള്ള ഇമേജിനെയോ അല്ലെങ്കിൽ മറ്റേത് ഫോർമാറ്റാണോ ഉള്ളത് ആ ഫോർമാറ്റിനെയാണ് നമ്മൾ ആക്ച്വലി സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ജസ്റ്റ് അതിൻ്റെ ഫിഗർ, ഇതാണ് വരുന്നത്. വിത്ത് ഫിഗർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫിഗർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഷോർട്ട് നോട്ട് മതി, 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ 3 സെഗ്മെൻറ്റ്സ് ഇൻ GPS. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ് GPS എന്ന് പറയുന്നത്. അതിനകത്ത് 3 കമ്പോണൻസ് ആണുള്ളത്. സ്പേസ്, കൺട്രോള്, യൂസർ. ഇങ്ങനെ 3 കമ്പോണൻസ് ആണ്, സ്പേസ്, കൺട്രോള്, യൂസർ. സ്പേസ് എന്ന് പറയുമ്പോഴത്തേനും അതിനകത്ത് സാറ്റലൈറ്റ്സ് ആണ് വരുന്നത്. കൺട്രോൾ സെഗ്മെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേനും പ്രോസസ്സിങ് സംഭവങ്ങളാണ് വരുന്നത്. യൂസർ സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേനും അതിനകത്ത് ഒരു ആൻറ്റിനാസ് ആണ് ഈ യൂസർ സെഗ്മെൻറ്റിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും, കാരണം ഞാൻ ഫാസ്റ്റായിട്ടാണ് പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസ്, ഓരോ ഭാഗത്തിൻ്റെയും വീഡിയോസ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണുകയാണെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഞാൻ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, anyway wish you all the best and thanks for watching.